ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, താഴെ ഇരിക്കാൻ പോവാണേ. വിശാലമായിട്ടിരുന്ന നമ്മുടെ പാചക പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാം. അതായത് വെൽക്കം ടു ഓണം സീരീസ്. നമ്മുടെ ഓണം സീരീസിലേക്ക് സ്വാഗതം. കാരണം നമ്മളെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ. ഓണം എന്ന് പറയുമ്പോൾ സദ്യവട്ടങ്ങൾ, അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് അടുക്കി കൊണ്ടുവരികയാണ് ഒരു സൈഡിൽ നിന്ന്. ഇച്ചിരി കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ട്, ആവശ്യാനുസരണം എടുക്കാമല്ലോ. ഇപ്പോൾ ശരിക്കും വീട്ടിനകത്ത് ഓണം വന്ന പോലെയാണ്. അങ്ങനെ ഒരു മൂഡിലേക്ക് കയറി കഴിഞ്ഞു. ഓണം ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ ഓണം വന്നു. കാരണം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുമല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണം സീരീസ് എടുക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഓണം സീരീസ് ഞാൻ വിചാരിച്ചു നമ്മുടെ കൊച്ചടുക്കളയിൽ മാത്രം മതി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓമല്ലൂർ പോയി അല്ലേ, പത്തനംതിട്ടയുടെ സ്പെഷ്യൽ. അതിന് മുന്നത്തെ പ്രാവശ്യം പാലക്കാട് സ്പെഷ്യൽ കാണിച്ചു. അതിന് മുന്നത്തെ സമയം നമ്മൾ തൃശ്ശൂരായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഏറ്റവും ആദ്യം നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലാണ് ചെയ്തത്. ഇപ്രാവശ്യം ട്രിവാൻഡ്രം സ്റ്റൈലാണ്, പക്ഷേ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് ട്രിവാൻഡ്രം സ്റ്റൈൽ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, എൻ്റെ കേറ്ററിങ്ങിനൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് കുറച്ചൊരു എന്താ പറയുക, ഒരു ബ്രാഹ്മിൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. സദ്യ ചെയ്യുമ്പോൾ കുറച്ചൊരു തമിഴ് ഒരു എന്താ പറയുക, എൻ്റെ കൂടെ ഉള്ള ദഹനമൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ബ്രാഹ്മിൻസാണ് ആ സമയത്ത്. അപ്പോൾ കുറച്ചൊരു അങ്ങനത്തെ ആ ഒരു സ്റ്റൈലിലാണ് ചെയ്യുന്നത്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഒരു തനി നാടനൊരു ശൈലിയുണ്ട്. അപ്പോൾ നെയ്യാറ്റിങ്കര ഭാഗത്തേക്കൊക്കെ പോയാൽ സിറ്റി, അതായത് മെയിൻ സിറ്റി വിട്ടിട്ട് കുറച്ച് പ്രാന്തപ്രദേശങ്ങളിലേക്ക് കുറച്ചുകൂടെ ഗ്രാമീണമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ നമുക്ക് എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ പോകുമ്പോൾ അവിടെ വേറൊരു സ്റ്റൈലാണ്. എന്നാൽ നെയ്യാറ്റിക്കര സൈഡിൽ പോകുമ്പോൾ അവിടെ മറ്റൊരു സ്റ്റൈലാണ്. അപ്പോൾ അതൊരു തനി നാടൻ സദ്യവട്ടങ്ങളാണ് അവിടെ. അപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തനി നാടൻ സ്റ്റൈൽ ഇപ്രാവശ്യത്തെ ഓണസദ്യ. ഇതെല്ലാം തന്നെ ഞാനൊരു 2 ദിവസം കൊണ്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു മാക്സിമം കുറേ എടുക്കും, അടുത്ത ദിവസം കുറേ എടുക്കും. അതായത് ഫുൾ ഡേ ഷൂട്ടാണ് ഷൂട്ട്. ഓക്കെ, ഏതാണ്ട് ഒരു 10 എപ്പിസോഡ് വരെ വേണ്ടി വരും എന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഡ്രസ്സ് മാത്രം മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബാക്കി നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പല ദിവസങ്ങളായിട്ടായിരിക്കും കാണുന്നത്. എങ്കിലും നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ കേമമാക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പിന്നെ നമുക്ക് കിച്ചടി ഉണ്ട്. 2 തരം കിച്ചടിയാണ് ഇപ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഒരു മധുരക്കറിയൊക്കെ ഇതിന് മുന്നേ കാണിച്ച് ഇതൊക്കെ വ്യത്യാസമാണ് കേട്ടോ. എല്ലാത്തിനും ഓരോ മാറ്റങ്ങളുണ്ടാവും. എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. അവിയലാണെങ്കിൽ വേറെ സ്റ്റൈലായിരിക്കും, സാമ്പാർ വേറൊരു ശൈലി, ഓലൻ വേറെ രീതി, കൂട്ടുകറി വേറെ രീതി. അപ്പോൾ എല്ലാത്തിൻ്റെയും മെത്തേഡ് ഓഫ് കുക്കിംഗ് ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ ഭയങ്കര സ്വാദാണ്, തനി നാടൻ രീതി. അപ്പോൾ കൂടുതൽ കത്തി വയ്ക്കുന്നില്ല, നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഇഞ്ചി, നാരങ്ങ, മാങ്ങ. അതിൽ ആദ്യം ഇഞ്ചിക്കറി. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ എന്ന് പറയുമ്പോൾ ഇഞ്ചിയെല്ലാം, ഇതിപ്പോൾ ഇഞ്ചിക്കറിക്ക് വട്ടത്തിനാണ് അരിയേണ്ടത്. സ്കിന്ന് കളഞ്ഞിട്ട് വട്ടത്തിന് കഴിഞ്ഞിട്ട് വറുത്ത് കോരും. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കോരിയിട്ട് കരികരിപ്പായിട്ട് വറുത്ത് കോരിയിട്ട് പൊടിക്കും. തരിതരിപ്പായി പൊടിച്ചിട്ടാണ് ചെയ്യുന്നത്. നാരങ്ങ അരിഞ്ഞ് വയ്ക്കാം. ഓക്കെ, ഒരു വലിയ നാരങ്ങ എടുക്കാം, കൂട്ടത്തിന് ഏറ്റവും പഴുത്തത് നോക്കിയിട്ട്. വിൽ ടേക്ക് ദിസ്. അങ്ങനെ പിന്നെ മാങ്ങയും അരിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങ, ഇത് 3 അച്ചാറാണ് കേട്ടോ. എല്ലാ വർഷവും ഉള്ളതാണ്. പിന്നെ എന്നോട് കുറച്ച് ദിവസമായിട്ട്, ഒരാഴ്ച മുന്നേ ആയിട്ട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, ചേച്ചി എന്നാണ് നമ്മുടെ ഓണം സീരീസുമായിട്ട് കൊച്ചടുക്കള സജീവമാകുന്നത്. അപ്പോൾ കൊച്ചടുക്കള സജീവമായി കഴിഞ്ഞു, ഇതിൻ്റെ ആരംഭമാണ്. അപ്പോൾ അതേ നോക്കിക്കോളൂ. ഇഞ്ചി ഞാൻ ഈ ടിപ്പ് നമ്മുടെ കിച്ചൺ ടിപ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പൂൺ എടുത്തിട്ട് ഇഞ്ചി സ്കിന്ന് കളയാനാണ് എളുപ്പം, കത്തി വെച്ച് ചെയ്യുന്നതിനെക്കാട്ടും. ഇങ്ങനെ ആക്കിയാൽ മതി, ഈസി ആയിട്ട് നിങ്ങൾക്ക് പീൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ സാധാരണ ഒരു ടീസ്പൂൺ എടുക്കുക. പക്ഷേ ഇത് കുറച്ച് ഷാർപ്പായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനത്തെ ആണെങ്കിൽ ഇത് നോക്കി ഇങ്ങനെ എന്ത് എളുപ്പമാണെന്നറിയാം. എല്ലാ എന്താ പറയുക, കോർണേഴ്സിലും ഇതിൻ്റെ ഉള്ളിലേക്കും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല ഒന്നാന്തരമായിട്ട് സ്കിന്ന് പീൽ ചെയ്യാൻ പറ്റും. എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇഞ്ചിക്കറി, നാരങ്ങ, മാങ്ങയെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ലല്ലോ. ഇവിടെ ചീത്താവണ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വയ്ക്കാം. അപ്പം പാർവതി മോളും ഫാമിലിയും വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഓണം ഇപ്രാവശ്യം വളരെ സ്പെഷ്യലാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തു. അവർ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈ ഷൂട്ടൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യണം എന്നുണ്ട്. കാര്യം അവർ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സമയം കുഞ്ഞുങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് അവർ 3 ആഴ്ചത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഓണം സീരീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇതൊന്നും ചീത്താവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരിയുന്ന പ്രോസസ്സെല്ലാം ഒന്നിച്ചങ്ങ് ചെയ്യുവാണ്. ദാറ്റ് ഇസ് ഇഞ്ചിയെല്ലാം സ്കിന്ന് കളഞ്ഞ് വയ്ക്കുന്നു. നാരങ്ങ അതുപോലെ ചെറുതായിട്ടൊന്ന് സ്കിന്ന് കളയാം. പിന്നെന്താ പറയുക, പച്ചമാങ്ങയും ഒന്ന് അരിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് എല്ലാം ചോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇഞ്ചിയെല്ലാം സ്കിന്നൊക്കെ മാറ്റി കഴിഞ്ഞു. ഇനി അടുത്ത നാരങ്ങ. ഇതാണ് വടുകപ്പുളി നാരങ്ങ. വടുകപ്പുളി അച്ചാർ എന്ന് പറഞ്ഞത്. ഇത് വലിയ ബംബിളി ബോസ് പോലത്തെ ഭയങ്കര ഷാർപ്പ്. ഞാൻ ഇന്ന് പരീക്ഷിക്കാൻ വേണ്ടി എടുത്ത കേട്ടോ. അന്ന് കാട്ടാക്കട ചന്തയിൽ നിന്ന് വാങ്ങിയാണ്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. നല്ല മൂർച്ച. ചെറുതായിട്ടൊന്ന് സ്കിന്ന് നല്ല റൈപ്പാണെങ്കിൽ സ്കിന്ന് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. എങ്കിലും ഒന്ന് ചെറുതായിട്ട് സ്കിന്ന് കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ചെറുതായിട്ടൊന്ന്. അപ്പോൾ വലിയ നാരങ്ങയാണെങ്കിൽ ഒന്ന് മതി. അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഒക്കെ ആണെങ്കിൽ 2 വരെ ആകാം. നോക്കൂ എന്ത് ഷാർപ്പാണ് ഇത്. കാട്ടാക്കട ചന്തയിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോയത് ഓർമ്മയുണ്ടോ? അന്ന് മേടിച്ച കത്തിയാണ്. ഇത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പഴയ കത്തി നോക്കിയ പാവം ഇങ്ങോട്ട് നോക്കിയിരുന്ന് വിഷമിക്കുന്നു. അയ്യോ, ഞാൻ അവനെ മറന്നിട്ടില്ല. ഇന്നൊരു എക്സ്പെരിമെൻ്റലായിട്ട് എടുക്കുകയാണത്. ഇതൊക്കെ നല്ല രസമല്ലേ? കുറേ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറയും. എപ്പോഴും ഉണ്ടാക്കുന്നില്ലല്ലോ നമ്മൾ. വർഷത്തിൽ 1, 2, 3 പ്രാവശ്യം. ഒരു ബർത്ത്ഡേ, പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ബർത്ത്ഡേ, പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓണം, വിഷു. ഇതാണ് മെയിൻ. അപ്പം നാരങ്ങ ഈസ് റെഡി. ഓക്കെ, സ്കിന്ന് മാറ്റി. ഇനി ബാക്കി കട്ടിങ് എല്ലാം ഒന്ന് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ നാടൻ വഴി. ഇത് കുമ്പളങ്ങ എന്ന് പറയും. കുമ്പളങ്ങ 2 രീതിയിലുണ്ട്. ഇത് ഇളവനെന്നും പറയും. ഇതിലാണ് ഞാൻ കിച്ചടി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. നമ്മുടെ വെള്ളരിക്ക, പിന്നെ വഴുതനങ്ങ എല്ലാം നമ്മുടെ സാധാരണ പടവലങ്ങ എല്ലാം സെറ്റാണ്. കത്തിരിക്ക, പച്ചയത്തൻ, പിന്നെ ഇംഗ്ലീഷ് വെജിറ്റബിളൊക്കെ ഇപ്പോൾ ഇടുന്നുണ്ടല്ലോ ആൾക്കാർ. എത്ര നാടൻ കുക്കിംഗ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ക്യാരറ്റൊക്കെ ഇടാറുണ്ട്. അരിഞ്ഞ് വന്നപ്പോൾ ഇതിന് ചെറിയൊരു കേട് ചില ഭാഗത്ത് കാണുന്നു. അപ്പോൾ ചിലപ്പോൾ ഇത് ഫുള്ള് കിട്ടിയില്ലെങ്കിലോ ഒന്നും കൂടി ഞാൻ അരിഞ്ഞ് വെച്ചു. എന്തായാലും ഒരു വലിയ നാരങ്ങ, അല്ലെങ്കിൽ ഇടത്തരമാണെങ്കിൽ 2 ചെറുത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. പച്ചമാങ്ങ ഇത് 1/2 കിലോ. 3 പച്ചമാങ്ങയുണ്ട്. നല്ല പച്ചമാങ്ങയാണെങ്കിൽ തൊലി അധികം കട്ടിയില്ലാത്താണെങ്കിൽ നമ്മൾ സ്കിന്നൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിയണം. അപ്പോൾ ഏതായാലും നല്ല മൂർച്ചയുള്ള കത്തിയാണ് ദൈവമേ. ഓക്കെ, കട്ടിങ് ബോർഡും കൂടി ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്യും. പിന്നെ അങ്ങനെ ഭയങ്കര കട്ടിയൊന്നുമില്ല, എല്ലാം കറക്റ്റാണ്. ആക്ച്വലി എനിക്ക് കയ്യിൽ വെച്ചറിയാൻ ഞാൻ അത്യാവശ്യം എക്സ്പെർട്ടാണ്. ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ അങ്ങനെ ചെയ്തു. ഈ കട്ടിങ് ബോർഡൊക്കെ പിൽക്കാലത്ത് വന്ന പരിഷ്കാരമാണ്. ഓക്കെ, അങ്ങനെ മാംഗോ 3 എണ്ണം ഉണ്ട്. 1/2 കിലോ. ഷാർപ്പ് എഡ്ജസില്ല, അതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ കളയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി. ഇത് മാങ്ങ അരിഞ്ഞു മീൻസ് ഇങ്ങനെ നീളത്തിനൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സ്കിന്നൊക്കെ കളഞ്ഞു. നാരങ്ങയുടെ ഇനി സ്ലൈസസ്. അതിലിപ്പോൾ ഇഞ്ചിക്ക് നമ്മൾ വട്ടത്തിന് കനം കുറച്ച് അരിയാം. എത്രത്തോളം കനം കുറയ്ക്കാമോ ആ രീതിയിൽ. ഇത് നമുക്ക് വറുത്ത് കോരാനുള്ളതാണ്. നല്ല ക്രിസ്പി ആയിട്ട്. അപ്പോൾ അളവൊക്കെ ഓർത്തോണം കേട്ടോ. കറക്റ്റ് 250 ഗ്രാംസാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാമിൽ ഇത്ര ഉണ്ടാവും. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. പുറത്ത് നല്ല മഴ. അപ്പോൾ നമ്മുടെ ഷൂട്ട് തീരുമ്പോൾ ഏകദേശം പാതിരാത്രിയാകും. ഇന്നിപ്പോൾ ഒരു 4-5 എപ്പിസോഡ് മാക്സിമം ഞാൻ നോക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം അടുത്ത ദിവസവും ഇത് തന്നെയാണ്. നാരങ്ങയും കൂടി അരിഞ്ഞ് വയ്ക്കാം. ഇതിങ്ങനെ സ്ലൈസസ് ആയിട്ട് മുറിച്ചിട്ട് കുരു ഒന്നും വരാൻ പാടില്ല. അല്ലാണ്ട് കറക്റ്റായിട്ട് നമ്മൾ അരിയണം. നീളത്തിനുള്ള പീസസ് ഇട്ട് അരിയും. ഓക്കെ, ഇതിപ്പോൾ ഒരു നാരങ്ങ, ഒരു ഫുള്ള്. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഭാഗം മാറ്റിയതുകൊണ്ട് നേരത്തെ ഞാൻ സ്കിന്ന് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നിൻ്റെ ഒരു പകുതിയും കൂടി ഞാൻ എടുക്കാൻ പോകുന്നു. ഇത് നല്ല സൈസ് ഇല്ലെങ്കിലും നല്ല പഴുത്തത്. ഇതുപോലെ ആക്കിയിട്ട് നീളത്തിലുള്ള പീസായിട്ട് മുറിക്കും. നാരങ്ങ കട്ടിങ് ഓവർ. ഇഞ്ചിയുടെ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി മാങ്ങയുടെ ഇതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് ചെറുതായിട്ട് നാരങ്ങ മാങ്ങ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു.
ഇനിയിപ്പോൾ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് വയ്ക്കാം. അതായത് നാരങ്ങയിലൊരു പുളിയാണല്ലോ, എങ്കിൽ അതിൽ ഇച്ചിരി പുളിവെള്ളം നമ്മൾ ചേർക്കുക. അതിനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കാം അതിനകത്തേക്ക്. പിന്നെ ഇഞ്ചിക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ വേണം പുളി, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക. അപ്പോൾ അത് കുതിർന്നിരിക്കുമ്പോൾ എളുപ്പമായിരിക്കും. അത് ആദ്യമേ തന്നെ ചെയ്യാം. ഇത് ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി, 1 കപ്പ് വെള്ളം. ഇത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ നമ്മുടെ നാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ടാണ്. അതിന് പുളി അധികം വേണ്ട, ഓൾറെഡി പുളിയാണ്. 1.5 കപ്പ് വെള്ളം മാറ്റി വയ്ക്കാം. നമുക്ക് സമയമാകുമ്പോൾ എടുത്ത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പ്രീ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തുടങ്ങിയാലോ പാചകം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇഞ്ചി വറുത്ത് കോരണം. അപ്പോൾ നല്ലെണ്ണയിലും ചെയ്യാം, വെളിച്ചെണ്ണയിലും ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, തനി നാടൻ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിൽ ചെയ്യുന്ന നെയ്യാറ്റിൻകര സൈഡിലോട്ടൊക്കെ അങ്ങനെ നല്ലെണ്ണ എല്ലാത്തിലും നിർബന്ധമില്ല, വെളിച്ചെണ്ണയിലും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇഞ്ചി വറുത്ത് കോരും. ക്രിസ്പി ആയിട്ട് വറുത്ത് കോരും. നമ്മുടെ കൊച്ചടുക്കള കൊച്ചൊരു പച്ചക്കറി മാർക്കറ്റായി കഴിഞ്ഞു. ഓക്കെ, അടിപൊളി. ഇവിടെ നമ്മുടെ കറിവേപ്പില ഫ്രഷ് ഗ്രീനറിയാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുന്നു. ആഹാ. പക്ഷേ ഇതെല്ലാം കൂടി 2 ദിവസം കൊണ്ട് ഞാൻ ഈ വെജിറ്റബിൾസിൽ നിന്ന് മാക്സിമം എടുക്കും. അല്ലാതെ ഇത് നമ്മൾ വെച്ചേക്കാനല്ലല്ലോ, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു കുറവും വരരുത്. ഓണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ, നല്ല നിറവ് വേണം. ഒരു പ്ലൻറ്റിനെസ് എന്നൊക്കെ പറയില്ലേ, പ്ലൻറ്റിനെസ്. നമുക്കിങ്ങനെ പച്ചക്കറികൾ ഇപ്പോൾ കൃഷിയെല്ലാം കഴിഞ്ഞ് വിഭവങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടുന്നൊരു സമയമാണത്. അതുകൊണ്ടാണ് ഓണച്ചന്ത, ഓണ മാർക്കറ്റുകളൊക്കെ പറയില്ലേ. എണ്ണ ചൂടായി, വെളിച്ചെണ്ണ, പീസസ് നല്ല കരിമുര എന്ന് പറയുന്ന പോലെ വറുത്ത് കോരും. ഇതിപ്പോൾ ആടി വരുമ്പോൾ ചുരുങ്ങും. അത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒറ്റ ട്രിപ്പായിട്ട് തന്നെ നമുക്ക് വറുക്കാം. ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി ഇങ്ങനെ എണ്ണയെന്ന് വറുത്ത് കോരുമ്പോൾ ഒരു മണമുണ്ട്. ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മണം വരും. എന്ത് രസമുള്ള മണം അറിയാമോ, ഭയങ്കര നല്ല മണമാണ് ആ ഫ്ലേവർ. ഇത് കോരുന്ന സമയത്ത് ഇതെടുക്കാം. നമ്മുടെ മുറിയൻ കണ്ണാപ്പ ഇളക്കാനൊക്കെ നമുക്കൊരു തടി, ഇതിൻ്റെ തന്നെ എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ യുട്ടൻസൽ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഈ പുതിയ പാത്രങ്ങളൊക്കെ ഏതാണ് ബ്രാൻഡെന്ന്. അത് യുട്ടൻസൽ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. യുട്ടൻസൽ, UTNSL, യുട്ടൻസൽ. ഇത് അവൈലബിൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കൂടെ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തതാണ്, പക്ഷേ അന്ന് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. പോത്തീസിൽ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്, രാമചന്ദ്ര അവരുടെ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി വാങ്ങാം. അതിൻ്റെ തന്നെ കുറേ പാത്രം എൻ്റെ കയ്യിൽ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാനിങ്ങനെ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത്. നല്ലതാണ്. നമുക്ക് ഇതുവരെ സോഫാർ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. നല്ല ഗോൾഡൻ ബ്രൗൺ, നല്ല മുരിഞ്ഞ് നമുക്ക് പൊടിക്കാനുള്ള പാകത്തിന് മുരിഞ്ഞ് കിട്ടണം. എന്നിട്ട് പൊടിച്ചെടുക്കാം, തരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ എന്നോട് എല്ലാവരും പറയുന്നുണ്ട്, ചേച്ചി ട്രാവൽ വ്ളോഗ്സിലാണെങ്കിലും എടുക്കുന്ന സാരീസ് എവിടെ നിന്ന് വാങ്ങി, അങ്ങനത്തെ ഡീറ്റെയിൽസും കൂടെ പറയാൻ പറ്റുമെന്ന്. പറ്റുന്ന പോലെയൊക്കെ പറയാം. അപ്പോൾ ഇത് നമ്മുടെ ആസ് യൂഷ്വൽ കേരള ഹാൻഡ്ലൂംസ് തന്നെയാണ്, ബാലരാമപുരം. പിന്നെ ഇത് ഇപ്രാവശ്യത്തെ ഓണത്തിന് മേടിച്ചതല്ല, ഞാനിത് കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ വിഷുവിൻ്റെ സമയത്ത് അല്ല പൊങ്കാല സമയത്തോ മറ്റോ മേടിച്ചതാണ്. ഞാൻ ഉടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ സെറ്റും കൊണ്ട് ഉടുക്കാത്തതുണ്ട്, അതും കൂടി ഞാനിങ്ങനെ ഷഫിൾ ചെയ്യാണ്. പിന്നെ വളയുടെ കാര്യം പറയട്ടെ, കുപ്പിവള. ഇഷ്ടംപോലെ കുപ്പിവള കളക്ഷൻ നമ്മുടെ നാഗർകോവിൽ ആൻഡ് തൂത്തുക്കുടിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അതാണിപ്പോൾ ഇട്ട് കളിക്കുന്നത്. വറുത്ത് കോരുന്നു. നമ്മുടെ ഇഞ്ചി പീസസ് വറുത്ത് കഴിയുമ്പോൾ ഒന്നുമില്ല കേട്ടോ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിശയം തോന്നും, ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. പിന്നെ വറുത്ത് കോരുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ 2 രീതിയിലുള്ള സദ്യവട്ടം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് ഫസ്റ്റ് സീസണിൽ കാണിച്ചത് ഓണം സീരീസ് 1, അതിൽ കാണിച്ചത് ഒരു ടിപ്പിക്കൽ എൻ്റെ കേറ്ററിംഗ് സദ്യക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. അതിലൊരു ചെറിയ ബ്രാഹ്മിൻ ഇൻഫ്ലുവൻസ്ഡ് ആണ് കുറച്ച്. പക്ഷേ ഇത് തനി നാടൻ. ഓക്കെ, ഇതിലെന്ന് പറഞ്ഞാൽ താളിക്കലൊക്കെ ആദ്യം ഇപ്പം നോക്കിക്കോളൂ. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ താളിച്ചിട്ടാണ് ഇഞ്ചി കറി ഉണ്ടാക്കണം. ഇഞ്ചി കറി ഉണ്ടാക്കി വെച്ചിട്ടല്ല താളിക്കുന്നത്. അപ്പോൾ ഇതേ എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇഞ്ചി വറുത്ത എണ്ണയുടെ ബാക്കിയുണ്ട്, അത്രയും വേണ്ട, അതിലൊന്ന് കുറച്ചെടുത്തിട്ട് അതനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ചേർക്കുക. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിൽ കുറച്ച്
ഇഞ്ചി ചേർക്കില്ല, വെളുത്തുള്ളി പേസ്റ്റ് ഒരല്പം ചേർക്കും, ഒരല്പം, ഒരുപാടൊന്നുമില്ല, ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസിന്. അങ്ങനെ അവരിങ്ങനെ അരച്ചോ ചതച്ചോ ഒക്കെ ഇടാറുണ്ട്. അതെ, വറുത്ത ഇഞ്ചി ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ, പക്ഷേ കുഴപ്പമില്ല, ഇത്ര മതി. ഇത് 1 കിലോ ഇഞ്ചി, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചേർത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അടുപ്പിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റിയ എണ്ണയിൽ നിന്നും കുറച്ച് ഒഴിക്കും. ഒരു ടേബിൾ 1.5 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കും. തെളിച്ചൊഴിക്കാം. ചെറിയ പൊടികളൊക്കെ ഉണ്ട്, അത് ഇഞ്ചിയുടെ പൊടി തന്നെയാണ്. ഇത്രയും മതി. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നു, പക്ഷേ നല്ലെണ്ണയിലും ഇതുപോലെ തന്നെ ചെയ്യാം. ഈ എണ്ണയുടെ ഒരു മണം എന്താ പറയുക, ഇഞ്ചി വറുത്ത എണ്ണ ഭയങ്കര ഫ്ലേവറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മണം. അപ്പോൾ എണ്ണ നല്ല ചൂടായി. ഇനി അതിലേക്ക് കടുകിടാം. 1 ടീസ്പൂൺ കടുക്. അതിലേക്ക് വെളുത്തുള്ളി, ജിഞ്ചറല്ല, ഗാർലിക് പേസ്റ്റ്. എണ്ണ നല്ല ചൂടായി കിടക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഗാർലിക്ക് മൂത്ത് കഴിഞ്ഞു. ഇഞ്ചി കുറച്ചിട്ട് വറ്റൽ മുളകും കറിവേപ്പില. വറ്റൽ മുളക് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തീ നല്ലോണം കുറച്ചു. എണ്ണ നല്ല ചൂടായിരുന്നു. ഇതിലേക്ക് ഇനി 3 ടീസ്പൂൺ മുളക് പൊടി, അതായത് 1 ടേബിൾ സ്പൂൺ. പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. 3 ടീസ്പൂൺ നിറച്ചിട്ട്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതേ സ്പൂണിൽ തന്നെ അളന്നാൽ മതി. സെയിം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. കായപ്പൊടി 1/4 ടീസ്പൂൺ കായപ്പൊടി. 1/4 മുതൽ 1/2 വരെ ആകാം. പിന്നെ ഒരല്പം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. 1 കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി. 1 കപ്പ് വെള്ളത്തിലാണ് കുതിർത്തത്. കളറ് നോക്കിയേ, ഇഞ്ചി കറിയുടെ കളർ. പക്ഷേ ഇഞ്ചി ആയിട്ടില്ല, ഇഞ്ചി ഇടാൻ പോകുന്നേ ഉള്ളൂ. പുളിയും കൂടി ചേർത്തു. ഇനി പുളിയും കൂടി കിടന്ന് തിളക്കട്ടെ. അപ്പോൾ പുളിവെള്ളമായിട്ട് ഇപ്പോൾ കണ്ടല്ലോ, 1 കപ്പ് പുളിവെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് ഒന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി പൊടിച്ചതും കൂടി ചേർത്ത്, ഇത് തരിതരിപ്പായിട്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ മിക്സിയിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കും. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിലിട്ടതാവുമ്പോൾ ഉപ്പ് വേണമല്ലോ കാര്യമായിട്ട്. ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. അപ്പോൾ പുളിവെള്ളം നമ്മൾ സെപ്പറേറ്റായിട്ട് തിളപ്പിച്ചൊഴിക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി. ഇതിൽ ഇട്ട് തിളപ്പിക്കുമ്പോൾ എന്തായാലും പുളിവെള്ളം ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കും. എന്നിട്ട് ചേർത്താലും ഓക്കെയാണ്. എന്താണ് പൊടിച്ച ഇഞ്ചി ചേർക്കുന്നു. ഇത് ഞാൻ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്, അതാണ് എൻ്റെ ഒരു പാകം. ഓൾറെഡി നല്ല മണമാണ് ഇഞ്ചി. ഇനി ഈ മിക്സിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് വരാം. അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ വേസ്റ്റ് ചെയ്തത്. അത്രേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അത് കാരണം പക്ഷേ അത്രയും മതി. ആ ഫ്ലേവറിന് മോർ ദാൻ എനഫ്. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഇതിൻ്റെ എല്ലാം ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർക്കണം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. അത് നമുക്ക് ഇഞ്ചിക്കറിയിൽ ഒരുപാട് മധുരം ചിലർക്ക് ഇഷ്ടമല്ല, അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഒരു കുറച്ച്, പക്ഷേ എന്തായാലും ആ ഒരു ഇഞ്ചിയുടെ കുത്തൽ വരാൻ പാടും. 1/2 ടേബിൾ സ്പൂൺ, ദാറ്റ് ഈസ് 1.5 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ആകും. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. തീ എളുപ്പമൊന്ന് കുറയ്ക്കുന്നു. നന്നായി തിളച്ച് മറിയുന്നു. ഇത് നല്ല തിക്കാവുന്നു. കുറച്ചുകൂടെ ഒന്ന് തിക്കായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. കുറച്ചുകൂടി. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തു, പൊടിച്ചത് ശർക്കര. ഇനി ചെറുപ്പ് കുറവുണ്ട്, ചെറുപ്പും കൂടി ചേർക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവ്. അപ്പോൾ പുളിയൊക്കെ ചേർക്കുമ്പോൾ ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി മാത്രം മതി, ഓവറാവരുത്, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ചെറിയ തീയിൽ ഒരു 5 to 7 മിനിറ്റ്സ് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് കുറച്ചുകൂടി, ഇപ്പം തന്നെ ഏകദേശം കുറുകി, എണ്ണയൊക്കെ തെളിഞ്ഞ് നോക്കി. ഇനി പ്രത്യേകിച്ച് താളിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല, താളിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം എന്താ ടേസ്റ്റും. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നു. ഇതാണൊരു പാകം. ഇലയിൽ ഒഴിച്ചാൽ ഇങ്ങനെ അവിടെ നിൽക്കണം, അതാണ്. ഏതാണ്ട് സൂപ്പർ. നമ്മുടെ ഇഞ്ചി കറി ഈസ് റെഡി. മതി, തീ ഓഫ് ചെയ്യാൻ പോകുന്നു.
അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡിയായി കഴിഞ്ഞു. അത് കറക്റ്റ് കൺസിസ്റ്റൻസി നോക്കിക്കോളൂ. ആ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഇത്. ഇലയിൽ വെച്ചാൽ തൊട്ടാൽ അത് അവിടെ ഇരിക്കണം, അതാണ് പാകം. കറക്റ്റ്. ഇനി ഇതൊരു വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ മാങ്ങ പുരട്ടി വയ്ക്കുന്നൊരു ജോലിയുണ്ട്. അതായത് പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കൊരു വലിയ പച്ചമുളക്, അത് എരിവില്ലാത്താണെങ്കിൽ 2 എണ്ണം ആകാം, അല്ലെങ്കിൽ 1 എണ്ണം ആയാലും മതി. പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞിട്ട് മാങ്ങയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മാങ്ങയിലേക്ക് പച്ചമുളക് ഇടുന്നു, ചെറുപ്പം കൂടി ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 50 ഗ്രാം നല്ലെണ്ണയും കൂടി ചേർത്തിട്ട് 50 ഒരു 3 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഓക്കെ, ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്നു. അങ്ങനെ ഇരുന്നാൽ അതിങ്ങനെ ശരിക്കും പിടിച്ച് റെഡിയായിരിക്കും. അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നാരങ്ങ അച്ചാർ തയ്യാറാക്കാം. ഇത് നോക്കിയാൽ നമ്മുടെ വടുകപ്പുളി നാരങ്ങ സെറ്റ്. വലുതാണെങ്കിൽ ഒരുപാട് വലുതാണെങ്കിൽ 1 മതി, ഒരു മീഡിയം ഒക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇങ്ങനെ ഏകദേശം ഒരു അര കിലോ എന്ന് തന്നെ പറയാം. റെഡിയാണ്. അപ്പോൾ സ്കിന്ന് കളഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരു തിൻ ലെയർ അത്രയും കളയുന്നത് നല്ലതാണ്. കുറച്ചുകൂടി കട്ടിയിൽ കളയുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. പക്ഷേ അപ്പോൾ വോളിയം ഒരുപാട് കുറയും, ആ ടേസ്റ്റ് പോകും. അതിനകത്തേക്ക് ഇടാനായിട്ട് ഏകദേശം ഒരു പച്ചമുളക്, ഒരു വലുത് ഞാൻ വട്ടത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നാരങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു വലിയ പച്ചമുളകായിരുന്നു, അത് കാരണം ഇത്രയും കിട്ടി, അല്ലെങ്കിൽ 2 എണ്ണം. ഇനി അടുപ്പ് കത്തിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, ഇഞ്ചിക്കറിക്ക് ചെയ്ത ഒരു പാറ്റേൺ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ്. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുന്നു, പക്ഷേ നല്ലെണ്ണയല്ല, നമ്മൾ വെളിച്ചെണ്ണ, നല്ലെണ്ണയിലും ചെയ്യാം വെളിച്ചെണ്ണയിലും ചെയ്യാം. ഒഴിച്ചിട്ട് കടുകിടുന്നു. കടുകിട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ മതി. വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും ഇങ്ങനെ ചെയ്ത് നോക്കുക, ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും, സ്വാദ് ഗംഭീരമാവും. എന്നിട്ട് അതൊന്ന് മൂത്തിട്ടാണ് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പച്ചമുളകും നാരങ്ങ ഇട്ട് വഴറ്റണം. അതാണ് പ്രോസസ്സ്. നോക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയിലും ചെയ്യാം. ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ ആകാം. അച്ചാറായതുകൊണ്ട് കുറച്ച് എണ്ണ കൂടിയിരുന്നാലും ഒരു കുഴപ്പമില്ല. എണ്ണ ചൂടായി. 1 ടീസ്പൂൺ കടുക്. ഇത് ഇഞ്ചി അരച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും. നല്ലൊരു മണം വരും. ഇത് സാധാരണ ചെയ്യുന്നൊരു ഏർപ്പാടല്ല കേട്ടോ, ഇത് ഭയങ്കര ഡിഫറൻ്റാണിത്, വ്യത്യസ്തമായ രുചിയായിരിക്കും. പച്ചമുളക് ഇടുന്നു, പിന്നെ കുറച്ച് കറിവേപ്പില. എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച നാരങ്ങ, അതോടൊപ്പം പച്ചമുളക് തീ കൂട്ടി കൊടുക്കാം, കുഴപ്പമില്ല. ജിഞ്ചർ ഗാർലിക്കൊക്കെ ഒന്ന് വഴണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടാണ് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുന്നത്. ഇത് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതിലെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നു എക്സ്ട്രാ. അത് ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റ് വരും, എക്സലൻ്റ് ആയിരിക്കും. ഒരു വ്യത്യാസം അങ്ങനെ നമുക്കറിയില്ല, പക്ഷേ ഇതെന്തോ ഒരു ഭയങ്കര ഒരു സ്വാദ്, എന്താ പറയുക, ടേസ്റ്റ് മേക്കർ പോലെയാണ്. ഇവിടെ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കും. നാരങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വാടി തുടങ്ങി. ഒരു 3/4 വേഗ് വേകട്ടെ. ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പൊടികളെല്ലാം ചേർക്കും. ഇപ്പം നോക്കിയേ, നമ്മുടെ നാരങ്ങ ഏതാണ്ട് ഒരു 3/4 വേഗ് വെന്ത് കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ ചേർക്കാവേ. ആ താഴത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മുളകിൻ്റെ പൊടി, 2 ടേബിൾ സ്പൂൺ. ടീസ്പൂൺ ആണെങ്കിൽ 6 ടീസ്പൂൺ. അതിൻ്റെ നേർപകുതി മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി കിടന്നുകൊണ്ട് മതിയായി. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചച്ചുവയൊന്ന് മാറണം. തീരൊന്ന് കുറയ്ക്കാം. നല്ല മണം. കായമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കായത്തിൻ്റെയും ഉലുവയുടെയും എല്ലാം കൂടി ചേർന്ന് ഒരു സമ്മിശ്ര സമ്മേളനം. എന്താ മണം. അപ്പോൾ ഇച്ചിരി ടൈറ്റായല്ലോ ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി. അത് നല്ല ചൂടായി കിടക്കുമായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, ഇത് ഓൾറെഡി പുളിയാണ് പക്ഷേ ഇത് വേണം, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതാണ്
അപ്പോൾ അത് നമ്മൾ ഏകദേശം നോക്കിയിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ 1.5 കപ്പ് വെള്ളം വരെ എടുക്കാം. 1.5 മുതൽ 1 കപ്പ് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ബോയിൽ ചെയ്യാം. ഇനി ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തു, പക്ഷേ ഇനി വേണ്ടി വരും ചിലപ്പോൾ നോക്കാം. നല്ല പുളി. ഇച്ചിരി ഉപ്പും കൂടി വേണം. പുളിയും എരിവുമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര, 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ചേർക്കും. ശർക്കര പൊടിച്ചത്, പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം, നോ പ്രോബ്ലം. മധുരം നമ്മുടെ ഇഷ്ടമാണ് എത്ര ചേർക്കുന്നു എന്നുള്ളത്. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇച്ചിരി ശർക്കരയും കൂടി ചേർക്കണം. ഇതിൻ്റെ പുളി അനുസരിച്ചിട്ട്. ഇത് നല്ല പുളിയുള്ള നാരങ്ങയായിരുന്നു, വടുക്കപ്പുളി നാരങ്ങ. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തു. പക്ഷേ മധുരം അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ പുളിയൊന്ന് ബാലൻസ് ചെയ്യാത്തുള്ളൂ. ആ എക്സ്ട്രീം പുളി കുറച്ചൊന്ന് കുറയും. എല്ലാം കറക്റ്റ്, പെർഫെക്റ്റ്. യെസ്, ഞാൻ ഉപ്പ് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓ കഴിഞ്ഞ് ഇതൊരു തളയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ, അത് അറ്റ്ലീസ്റ്റ് ഇത് ഇരിക്കുമ്പോൾ പിന്നെ ഒന്നുകൂടി ഒന്ന് കുറവ്. ഒരു തള, നന്നായിട്ടൊരു തള മതിയട്ടെ. ആ പുളി വളരെ കുറച്ചേ ചേർക്കാവുള്ളൂ. കാര്യം നാരങ്ങ ഫുൾ പുളി. ഒരു ചെറിയ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു പീസ് എടുത്തിട്ട് ഒരു 1-1.25 കപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ 1.5 കപ്പിൽ കുതിർത്ത് പിഴിഞ്ഞിട്ടാണ് ഒഴിക്കുന്നത്. എത്ര കൺസിസ്റ്റൻസി വേണം അതനുസരിച്ചിട്ട്. ഇപ്പോൾ ഭയങ്കര ടൈറ്റായി ഒരു കപ്പിലും ആകാം 1.5 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് പുളി വെള്ളം. പക്ഷേ പുളിയുടെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. വളരെ ചെറിയൊരു പീസ് മതി. ഒരു 5 മിനിറ്റ് കിടക്കട്ടെ ചെറിയ തീയിൽ. 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യുന്നു. നല്ലതായിട്ട് കുറുകി വന്നു. ടേസ്റ്റി, ഒരു രക്ഷയില്ല എൻ്റെ അമ്മേ. ഞാൻ ടേസ്റ്റ് ചെയ്ത് എവിടെ പോകുന്ന ചാലിക്കുന്നത് എല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ആ ബാലൻസിങ് നന്നായിട്ട് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നോക്കിക്കോളൂ. അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഇത് ഞാൻ ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴും ഇത്രയൊക്കെ മതി. ഒരുപാട് സാധാരണ ഒരു പിക്കിളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എണ്ണ ചേർക്കില്ലേ. പക്ഷേ ഇതിനൊന്നും അധികം എണ്ണ വേണ്ട ഈ രീതിയിൽ ചെയ്താലോ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും, വിളമ്പുന്ന പാത്രത്തിൽ. ഇത് ഇഞ്ചിക്കറിയെക്കാട്ടിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉണ്ട്. അത് നോക്കിക്കോളൂ. കുറച്ചുകൂടെ വലിയ ബൗളിലേക്ക് മാറ്റാം. ഇത് കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർക്ക് പറ്റും. 10 അല്ല, മോർ ദാൻ ദാറ്റ്. ഒരു 20 പേർക്കാണെങ്കിലോ 25 പേർക്കാണെങ്കിലോ ഇത് മതിയാവും. അതിൻ്റെ കൺസിസ്റ്റൻസി കാണുന്നുണ്ടല്ലോ. അതെ, നൈസ്. ഇതങ്ങനെ കയ്പൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. വെരി നൈസ്. ധൈര്യമായിട്ടുണ്ടായിക്കോളൂ. ഇപ്പോൾ ഇലയിൽ വെച്ചാൽ അത് അപ്പട്ടിയിരിക്കും. ഞാൻ മതി. ഇതൊരു 25 പേർക്കാണെങ്കിൽ ഇത് മതിയാകും ഓൾമോസ്റ്റ്. ഇത് ഇത്രയും തന്നെ നോക്കിക്കോളൂ. 1 2 3 4 5 6 7 പേർക്ക് ഇത് വരും. 6-7 പേർക്ക് ഇത് വിളമ്പാം. അങ്ങനെ നോക്കുമ്പോൾ അച്ചാറൊന്നും അങ്ങനെ ഒരുപാട് ആരും കഴിക്കില്ല സദ്യയിൽ. കുറച്ച് തൊട്ട് വയ്ക്കുകയുള്ളൂ നാക്കിൽ ഇടയ്ക്ക്. പിന്നെ വേണമെങ്കിൽ രണ്ടാമത് ചോദിക്കുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ മൂന്നാമത്തെ അച്ചാറിലേക്ക് കിടക്കുന്നു നമ്മുടെ മാങ്ങാക്കറി. ഇതേ നോക്കിയാൽ മാംഗോയിൽ ഉപ്പും പച്ചമുളകും ഒരു 50 ഗ്രാം, ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് വെച്ചു. ഇപ്പം നോക്കിയേ, ഒരു അരമണിക്കൂർ സമയമായി. ഇതിൻ്റെ ചാറ് ഉപ്പിൽ നിന്ന് ഊറി അതും ആ എണ്ണയും കൂടി ചേർന്നൊരു കുറച്ച് ലിക്വിഡായിട്ടിരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ചെറുതായി ഒന്ന് വാടുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യാം. ഇത് നമ്മൾ നല്ലെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം, വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം. ഓൾറെഡി അതിൽ നല്ലെണ്ണ ഉണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിക്കുന്നതും നല്ലെണ്ണയിൽ ചെയ്താലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചിട്ട് ബാക്കി താളിക്കലൊക്കെ ചെയ്യാൻ പോകും. ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർക്കണം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ വറ്റൽമുളകും കറിവേപ്പില ഇടില്ല. വെളുത്തുള്ളി പേസ്റ്റാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി പേസ്റ്റ് ഇതിലൊക്കെ ചേർക്കുന്നതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്കത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയിട്ട് മൂപ്പിച്ചിട്ട് ബാക്കി കുറച്ച് ഈ എണ്ണയുടെ ഒരു മണം എന്താ പറയുക, ഇഞ്ചി വറുത്ത എണ്ണ ഭയങ്കര ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മണം. ഈ എണ്ണയുടെ ഒരു മണം എന്താ പറയുക, ഇഞ്ചി വറുത്ത എണ്ണ ഭയങ്കര ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മണം. മാങ്ങയിലേക്ക് മാങ്ങ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്നും ചെയ്യണ്ട, അതവിടെ ഇരിക്കട്ടെ. ഒരു 3/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി. തീ ഒന്നുകൂടി ഒന്ന് കുറച്ചോട്ടെ. യെസ്. 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി
മൂത്ത് തുടങ്ങി, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ചേർക്കാം. അപ്പോൾ ഇങ്ങനെ പൊട്ടൽ വേണ്ടാന്നുണ്ടെങ്കിൽ പേസ്റ്റ് വേണ്ട, ചതച്ച് ചേർത്താൽ നല്ല ഫൈനായിട്ട് ചതച്ച് ചേർക്കാം, എന്നാലും കുഴപ്പം. പക്ഷേ ഇതാണൊരു നല്ല ഫ്ലേവർ വരും. ഓക്കേ, ആൻഡ് കറിവേപ്പില തീ നന്നായിട്ട് പറിച്ചു. ഈ ഒരു സ്റ്റേജിലാണ് ഇനി പൊടികൾ ചേർക്കേണ്ടത്. ഇത് മൂത്തു. ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി. ഇത് 1/2 കിലോ പച്ചമാങ്ങയ്ക്കാണ്. ഇതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്, കായപ്പൊടി, പിന്നെ കടുക് പൊടിച്ചത്, മസ്റ്റേർഡ് പൗഡർ, അത് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, അത് 1/4 ടീസ്പൂൺ മതി. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ച ചുവ മാറണം, അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിലും ആകാം. ഞാൻ ഇച്ചിരി എണ്ണ കുറച്ചൊന്നേ ഉള്ളൂ, കാരണം നമ്മുടെ ഒരു 50 ഗ്രാമോളം നല്ലെണ്ണ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് മാങ്ങയിൽ. ഇതിൻ്റെ പച്ച ചുവ മാറിയാൽ മാത്രം മതി. ഇതിന് മൂത്ത് കഴിഞ്ഞു, തീ ഓഫ് ചെയ്യുന്നു. ഇതൊരു അല്പം ഒന്ന് കൂളായിട്ട് നമ്മുടെ ഈ മാങ്ങയുടെ കൂടെ മിക്സ് ചെയ്യാം. മാങ്ങാക്കൂട്ടിലേക്ക് ഇതിനകത്ത് ആവശ്യത്തിന് എണ്ണയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇച്ചിരി കുറച്ച്, പക്ഷേ ഇതിൽ കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിലും ആകാം കേട്ടോ. അപ്പോൾ മാങ്ങാക്കൂട്ടിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച് മസാലക്കൂട്ടും കൂടി ചേർക്കാം. മാങ്ങാക്കറി ഈസ് ഗെറ്റിംഗ് റെഡി. മാങ്ങ അച്ചാർ. ഇനി കുറച്ചുകൂടി ചാറ് വേണം, കുറച്ച് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് ഊറി വരും അതിൻ്റെ ഒരു ചാറ്. ഇനി കുറച്ചുകൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം, ഇത് തിളപ്പിച്ചിട്ട് തണുപ്പിച്ച വെള്ളം ആവശ്യാനുസരണം കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ചൂടോടെ ഒഴിക്കരുത് വെള്ളം തിളപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി ആവശ്യത്തിന്. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയിലാണ് ഇരിക്കുന്നത്, വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ചേർക്കാം. ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. യാ, ഓ നൈസ്. അപ്പം അച്ചാർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതേ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചു, തണുക്കാനായിട്ട് വെച്ചതേ നോക്കിയപ്പോൾ അതിൻ്റെ ആ മസാല ഇച്ചിരി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിക്കും. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നോക്കിയിട്ട് കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ ഓടിപ്പോകരുത്, അത്രേ ഉള്ളൂ. തൊട്ട് കറികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ട് കറികൾ മീൻസ് തൊട്ട് വെച്ചാൽ അത് അവിടെ ഇരിക്കണം. തൊട്ട് കൂട്ടാനാണ് അതെല്ലാം. കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ ഇങ്ങനെ പറയും എടുക്കുന്ന കറികൾ. വാവ്. സോ മാങ്ങ അച്ചാർ ഈസ് ഓൾസോ റെഡി. പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ വെള്ളം എപ്പോഴും തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പോൾ തണുത്തിട്ടേ ഒഴിക്കാവുള്ളൂ. ഒരു കാര്യം ചൂടോടുകൂടി ഇതിൽ ചേർക്കരുത്, മാങ്ങ വെന്തു പോകും. ഇത് അന്നേരം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്രഷ് സ്ട്രെയിറ്റ് സദ്യക്ക് വിളമ്പാം. ഇത് ഒരു ദിവസം കൂടി ഇരുന്നാലും കഴിക്കാം, കുറച്ചുകൂടി സോഫ്റ്ററാകും. ഇപ്പോഴും സോഫ്റ്റ് തന്നെയാണ്, അടിപൊളിയായിരിക്കും. അങ്ങനെ ഇഞ്ചിക്കറി, നാരങ്ങാക്കറി ആൻഡ് മാങ്ങാക്കറി, അതായത് ഇഞ്ചിക്കറി പറഞ്ഞാൽ അറിയാമല്ലോ, ഓൾ പിക്കിൾസ്, നമ്മുടെ സദ്യവട്ടത്തെ പ്രധാന കാര്യം. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, വടുകപ്പുളി നാരങ്ങ ആൻഡ് മാങ്ങ. വാവ്. അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിലെ പച്ചക്കറി തോട്ടത്തിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. നമ്മുടെ ഓണസദ്യയുടെ തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരു സദ്യ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ചാറുകൾ തന്നെയാണ്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട്, ഇത് 6ാമത്തെ വർഷമാണ് ഓണം സീരീസ് ചെയ്യുന്നത്. ഓരോ വർഷവും വ്യത്യസ്തമായ റെസിപ്പീസാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്, ഓരോ റീജിയണലായിട്ട് നോക്കി. അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ തന്നെ 2 ടൈപ്പ് ഓഫ് റെസിപ്പീസാണ് ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതായത് ഞാൻ സദ്യക്ക് ഉണ്ടാക്കുന്ന കേറ്ററിംഗ് റെസിപ്പീസാണ് ആദ്യത്തെ സീരീസ്. ഇത് ട്രിവാൻഡ്രം സിറ്റി വിട്ടിട്ട് കുറച്ചുകൂടെ പ്രാന്തപ്രദേശങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ, നെയ്യാറ്റിൻകര ഒന്നും അത്ര ഗ്രാമമൊന്നുമല്ല കേട്ടോ. നെയ്യാറ്റിൻകര എന്ന് വെച്ചാൽ ഇച്ചിരി ഡിസ്റ്റൻസ് വിട്ട് പോകുമ്പോൾ ആ ഭാഗത്തുമൊക്കെ ഉള്ള വേറൊരു തനി നാടൻ രീതിയിലുള്ളൊരു
പാചകമാണ്. അവിടുത്തെ സദ്യവട്ടങ്ങൾ, അവിടെ പാചകക്കാരൊക്കെ ചെയ്യുന്നതും അവിടുത്തെ ദഹനക്കാരൊക്കെ സദ്യയ്ക്ക് പോകുമ്പോൾ ചെയ്യുന്നൊരു രീതിയുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഓണം സീരീസിൽ കംപ്ലീറ്റ് അവരുടെ ഒരു രീതിയിലായിരിക്കും ഞാൻ ഓണം സദ്യ തയ്യാറാക്കുന്നത്. അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. കോലിക്കോട്ട് എൻ്റെ അച്ഛൻ്റെ നാട്ടിലത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, തൃശ്ശൂർ കാണിച്ചു, അങ്ങനെ എല്ലാം കാണിച്ച് കഴിഞ്ഞു ഏകദേശം. ഓക്കെ, നമ്മൾ ഓരോ പ്രാവശ്യം വ്യത്യസ്തമാകണമല്ലോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കിക്കോളൂ. ഇതും ഗംഭീരമാണ്, ഇപ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇവിടെ റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഇന്ന് തന്നെയാണ് ബാക്കി ഷൂട്ടുമൊക്കെ നടക്കുന്നത്, ഇന്നും നാളെയായിട്ട്. അപ്പോൾ ഇനി അടുത്ത ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഇനി ബാക്കി 2 വിഭവങ്ങൾ ഞാൻ തയ്യാറാക്കുന്നുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓണം സീരീസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. ഈ എണ്ണയുടെ ഒരു മണം എന്താ പറയുക, ഇഞ്ചി വറുത്ത എണ്ണ, ഭയങ്കര ഫ്ലേവറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മണം. ഈ എണ്ണയുടെ ഒരു മണം എന്താ പറയുക, ഇഞ്ചി വറുത്ത എണ്ണ, ഭയങ്കര ഫ്ലേവറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മണം.